രാഷ്ട്രപതിയോട് ആവശ്യപ്പെട്ടിട്ട് രാഷ്ട്രപതി എന്ത് ചെയ്യാൻ? രാഷ്ട്രപതിക്ക് അതിനുള്ള അധികാരമില്ല. നമസ്കാരം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണറും തമ്മിലുള്ള പോര് മറ നീക്കി തെരുവിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കഴിഞ്ഞ കാല സംഭവങ്ങൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ കണ്ടത് ഇത് തന്നെയാണ്. ഇക്കഴിഞ്ഞ റിപ്പബ്ലിക് ദിന പരേഡിനും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണറും മുഖത്തോട് മുഖം നോക്കിയില്ല, പരസ്പരം സംസാരിച്ചില്ല. തൊട്ടടുത്ത സീറ്റുകളിൽ ഇരുന്നിട്ടും അവർ ഒരു സമയത്ത് പോലും പരസ്പരം നോക്കുന്നത് നമ്മൾ ആരും ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടില്ല. എന്തോ ഒരു വലിയ പ്രശ്നം ഇവർക്കിടയിൽ ഉടലെടുത്തിരിക്കുന്നു എന്നുള്ള ധാരണയാണ് കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്ക് ഇവരുടെ ഈ പ്രവർത്തനത്തിലൂടെ നൽകിയ സന്ദേശം എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. അതെന്ത് തന്നെയായാലും ഇടതുപക്ഷത്തിന്റെ വിദ്യാർത്ഥി സംഘടനയായ SFI ഇപ്പോൾ ഗവർണറെ കരിങ്കൊടി കാണിക്കുന്ന കലാപരിപാടി ഊർജിതമായി സ്വീകരിച്ചിരിക്കുന്നു. ഗവർണറെ കരിങ്കൊടി കാണിക്കുന്നവർക്കെതിരെ IPC 124 വകുപ്പ് പ്രകാരം കേസെടുത്ത് ജയിലിലടയ്ക്കുന്നു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ എന്നിവരെ അതീവ സുരക്ഷയുള്ള ആളുകളെ, Z+ കാറ്റഗറി സുരക്ഷയുള്ള ഇത്തരം ആളുകളെ വഴിയിൽ തടയുകയോ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് ഭംഗം വരുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ചുമത്തുന്ന വകുപ്പ് തന്നെയാണ് IPC 124. ഇത് പ്രകാരം കേസ് ചാർജ് ചെയ്യുന്നവർക്ക് പിന്നീട് ജാമ്യം കിട്ടുവാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലെങ്കിൽ സർക്കാർ സർവീസുകളിൽ ജോലി കിട്ടുവാനോ സർക്കാർ സ്ഥാപനങ്ങളിൽ പഠിക്കുവാനോ വിദേശത്ത് പോകുവാനോ എല്ലാം വളരെ ബുദ്ധിമുട്ടായി തീരും. ഒരു കാരണവശാലും അത്തരം കാര്യങ്ങൾ നടക്കില്ല എന്ന് തന്നെ നിയമജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഇങ്ങനെ ഗവർണറും സർക്കാരും തമ്മിൽ തുറന്ന പോര് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്നലെ നിയമസഭയിൽ ഇടതുപക്ഷത്തിന്റെ പല ആളുകളും ഗവർണർക്കെതിരെ ഘോരഘോരം സംസാരിക്കുകയുണ്ടായി. CPIയുടെ ഒരു സംസ്ഥാന നേതാവ്, ഒരു മന്ത്രി തന്നെ പറയുകയുണ്ടായി, ഗവർണർ എന്ന പദവി ആവശ്യമില്ല, അത് അപഹാസ്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ജനാധിപത്യ സംവിധാനത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കുവാൻ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ചെല്ലുവിളിക്ക് നിൽക്കാത്ത ഗവർണർ എന്ന പദവി ഇനി ഇവിടെ ആവശ്യമില്ല എന്ന് തന്നെയാണ് കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ സമുന്നതനായ നേതാവ് ഇന്നലെ നിയമസഭയിൽ സംസാരിച്ചത്. ഇത് തന്നെയാണ് CPMന്റെ പഴയ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഇപ്പോഴത്തെ സമുന്നത നേതാവുമായ KK ശൈലജ ടീച്ചർ പറഞ്ഞത്. ഗവർണറെ കാണുമ്പോൾ പഴയ സിനിമയിലെ മാമുക്കോയുടെ കീലേരി അച്ചു എന്ന് പറഞ്ഞ ഹാസ്യ ഗുണ്ടയെയാണ് ഓർമ്മ വരുന്നത് എന്ന് തന്നെയാണ് ശൈലജ ടീച്ചർ എടുത്തടിച്ചത്. LDF കൺവീനറായ EP ജയരാജനും CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനും ഇപ്പോൾ ഗവർണർക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തുണ്ട്. ഗവർണറുടെ ഇത്തരം പരിപാടികൾ കേന്ദ്രത്തിന്റെ അറിവോടുകൂടി തന്നെയാണ് ഗവർണർ ഇത്തരം നാടകം തെരുവിൽ കളിക്കുന്നത് എന്ന് തന്നെയാണ് ഗോവിന്ദൻ തിരിച്ചടിച്ചിരിക്കുന്നത്. സർക്കാരും ഗവർണറും തമ്മിൽ ഇങ്ങനെ തുറന്ന പോര് വഴിയിലേക്ക് വലിച്ചിഴക്കപ്പെടുകയും തെരുവിൽ തുറന്ന യുദ്ധം പോലെ തന്നെ സർക്കാരിന്റെ വിദ്യാർത്ഥി സംഘടനകളും അല്ലെങ്കിൽ CPMന്റെ വിദ്യാർത്ഥി സംഘടനകളും ഗവർണറും തമ്മിൽ നേർക്കുനേർ യുദ്ധം ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇപ്പോൾ ഗവർണർക്കെതിരെ പത്രസമ്മേളനം വിളിച്ച കാഴ്ചയും നമ്മൾ കണ്ടു. ഗവർണർ പദവി മറന്നുകൊണ്ട് തെരുവിൽ ഇത്തരത്തിൽ ബാലിശമായി പ്രവർത്തിക്കുന്നത് ഒരു കാരണവശാലും സാംസ്കാരിക കേരളത്തിന് ഭൂഷണമല്ല. ഗവർണർ എന്ന പദവിയിൽ ഇരിക്കുന്ന ആൾക്കും അത് ഭൂഷണമല്ല എന്ന് തന്നെയാണ് പിണറായി വിജയൻ ആഞ്ഞടിച്ചത്. ഗവർണർക്ക് നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിന് സമയമില്ല. അത് 1 മിനിറ്റ് 28 സെക്കൻഡിനുള്ളിൽ തീർക്കുന്ന ഗവർണർ വഴിയരികിൽ കസേര വലിച്ചിട്ട് 2 മണിക്കൂർ സമയം ചെലവഴിക്കുന്നു എന്നാണ് പിണറായി വിജയൻ പരിഹാസദ്യോതകമായി തന്നെ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ മറ്റൊരു വർത്തമാനം കൂടി കേൾക്കുന്നു. ഗവർണറെ ഏത് വിധേനയും തിരിച്ചു വിളിക്കണമെന്ന് രാഷ്ട്രപതിക്ക് CPM നേരത്തെ ഒരു കത്തയച്ചിട്ടുണ്ടായിരുന്നു. ആ പരിപാടി വീണ്ടും CPM ആവർത്തിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇതിന്റെ ന്യായാന്യായങ്ങളെ കുറിച്ച് തന്നെയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് S ജയശങ്കർ സംസാരിക്കുന്നത്. രാഷ്ട്രപതി വിചാരിച്ചാൽ പോലും ഗവർണറെ തിരിച്ചു വിളിക്കാൻ സാധിക്കില്ല. ഗവർണറുടെ ഭരണഘടനാ പദവി എന്നുള്ളത് ഗവർണറെ ആ പദവിയിലേക്ക് നിയോഗിക്കുന്നത് കേന്ദ്ര സർക്കാർ അടങ്ങുന്ന ഒരു പാനലാണ്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എല്ലാം അടങ്ങുന്ന ഒരു പാനലാണ്. അവർ പറയുന്ന ആളെ തന്നെയാണ് ഗവർണറായിട്ട് നിയോഗിക്കുന്നത്. ആ ഉത്തരവിൽ രാഷ്ട്രപതി ഒപ്പിടുന്നു എന്ന് മാത്രം, തുല്യം ചാർത്തുന്നു എന്ന് മാത്രം. അതുകൊണ്ട് ഒരു കാരണവശാലും ഗവർണറെ തിരിച്ചു വിളിക്കുവാൻ രാഷ്ട്രപതിക്ക് അധികാരമില്ല. രാഷ്ട്രപതി വിചാരിച്ചാൽ പോലും ഗവർണറെ തിരിച്ചു വിളിക്കാൻ സാധിക്കില്ല എന്നാണ് അസന്നിഗ്ധമായി തന്നെ നിയമജ്ഞൻ കൂടിയായ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത്. വേണമെന്നുണ്ടെങ്കിൽ CPMകാർക്ക് പ്രധാനമന്ത്രിക്കോ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കോ ഗവർണറെ തിരിച്ചു വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്തെഴുതിയാൽ അതിലേതെങ്കിലും തരത്തിലൊരു സാങ്കത്യമുണ്ട് എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത്. അല്ലാതെ ഒരു കാരണവശാലും രാഷ്ട്രപതിക്ക് കത്തെഴുതിയുകൊണ്ട് ആ കത്ത് രാഷ്ട്രപതിയുടെ ചവറ്റുകുട്ടയിൽ കിടക്കാമെന്നല്ലാതെ മറ്റു യാതൊരു പ്രയോജനവും അതിനുണ്ടാകില്ല എന്ന് തന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ വളരെ പരിഹാസദ്യോതകമായി തന്നെ പറയുന്നു. CPMനെ പരിഹസിക്കുന്നു.
CPM-കാർ ചെയ്യുന്നത് നിയമപരമായി വലിയ ആന മണ്ടത്തരം തന്നെയാണ് എന്നാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത്. ഗവർണറെ തിരിച്ചു വിളിക്കുവാൻ രാഷ്ട്രപതിക്ക് അധികാരമില്ല എന്ന് അറിയാത്ത ആളുകളാണോ CPM-ന്റെ നേതൃത്വ നിരയിലുള്ളത് എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് എസ് ജയശങ്കർ ചോദിക്കുന്നത്. അതായത് രാഷ്ട്രീയ മീമാംസ അറിയാത്ത ആളുകളാണോ ഇത്തരത്തിൽ ഈ CPM എന്ന പ്രസ്ഥാനത്തിൽ ഉള്ളത് എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ തിരിച്ച് അടിക്കുന്നത്. എന്തായാലും അഡ്വക്കേറ്റ് ജയശങ്കർ CPM-നകത്തുണ്ടായിരിക്കുന്ന ഗവർണർക്കെതിരെയുള്ള ഈ പോരിനെ കുറിച്ചും ഗവർണറെ രാഷ്ട്രപതി തിരിച്ചു വിളിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രപതിക്ക് അയച്ച കത്തിനെ കുറിച്ചുമെല്ലാം സവിസ്തരം പ്രതിപാദിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. അല്ല, CPM നേരത്തെ തന്നെ ആവശ്യപ്പെട്ടാണല്ലോ ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന്. രാഷ്ട്രപതിക്ക് മടക്കത്തപാലിൽ മറുപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് നേരത്തെ അയച്ചതാണ്. അത് രാഷ്ട്രപതി ഭവനിലെ ചവറ്റുകോട്ടയിൽ എവിടെ ഒരു സ്ഥലത്ത് കിടപ്പുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാഷ്ട്രപതി വിചാരിച്ചാൽ പോലും ഗവർണറെ തിരിച്ചു വിളിക്കാൻ പറ്റുകയില്ല. അതിന്റെ ഉത്തരവ് ഒപ്പിടാനുള്ള അധികാരമേ രാഷ്ട്രപതിക്കുള്ളൂ. ഗവർണറെ നിയമിക്കുന്നത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവാണ്, അതായത് കേന്ദ്രമന്ത്രിസഭയാണ്. അഥവാ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ചേർന്നിട്ടാണ്. അവരോട് ആവശ്യപ്പെടുകയാണെങ്കിൽ അതിനൊരു യുക്തിയുണ്ട്. അതുകൊണ്ട് രാഷ്ട്രപതിയോട് ആവശ്യപ്പെട്ടിട്ട് രാഷ്ട്രപതി എന്ത് ചെയ്യാൻ? രാഷ്ട്രപതിക്ക് അതിനുള്ള അധികാരമില്ല. അത് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ഒരു കത്ത് രാഷ്ട്രപതി ഭവനിൽ കിട്ടുകയും രാഷ്ട്രപതി അതിന് തുല്യം ചാർത്തുകയും ചെയ്താൽ ഗവർണറെ തിരിച്ചു വിളിക്കാം. അല്ലാതെ കണ്ട് രാഷ്ട്രപതിയോട് ഇവിടുത്തെ ഗവർണറെ തിരിച്ചു വിളിക്കണം എന്നാവശ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഇതറിയാൻ പാടില്ലാത്ത ആൾക്കാരാണോ ഈ കത്ത് എഴുതുന്നതെന്ന് എനിക്കറിയില്ല. അത് പിന്നെ അറിഞ്ഞിട്ട് പാർട്ടി അണികളെയും നാട്ടുകാരെയും പിടികളാക്കാം എന്ന് വിചാരിച്ചിട്ടാണോ ആവശ്യപ്പെടുന്നതെന്ന് നമുക്കറിയില്ല. രാഷ്ട്രപതിയുടെ താല്പര്യം അനുസരിച്ചിട്ടല്ല, കേന്ദ്രമന്ത്രിസഭയുടെ താല്പര്യം അനുസരിച്ചിട്ടാണ് ഈ എക്സോ വയ്യോ ഇസോ ആര് തന്നെയായാലും ഗവർണറായിട്ട് ഇരിക്കുന്നത്. ആളുകളെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ അഭ്യാസങ്ങൾ നടത്താമെന്ന് മാത്രമേ